എന്തിനാണ് ഇങ്ങനെ ഒരു MVP ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. അതിലൊന്ന് മാർക്കറ്റ് വാലിഡേഷനാണ്. അതായത് നമ്മളൊരു പുതിയ ഐഡിയ ആണ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ യൂസേഴ്സിൻ്റെ ഇടയിൽ അത് റണ്ണാവോ അല്ലെങ്കിൽ യൂസേഴ്സിൻ്റെ ഇടയിൽ അത് വർക്കാവോ എന്നുള്ളത് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഐഡിയൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനാണ് ഒരു MVP വേർഷനും കൊണ്ട് നമ്മൾ ഫസ്റ്റ് വരുന്നത്. പിന്നെ ഒന്ന് റെഡ്യൂസ്ഡ് ടൈം ടു മാർക്കറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ഫുള്ളി ഫീച്ചേർഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഒരുപാട് ടൈം ഗ്യാപ്പ് വരും, ഒരുപാട് ടൈം നമുക്ക് അതിന് ആവശ്യമാണ്. ആ ടൈം ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇനീഷ്യൽ ഒരു മിനിമൽ വേർഷൻ ലോഞ്ച് ചെയ്യുന്നവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാണ് കോസ്റ്റ് എഫിഷ്യൻസി. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫുള്ളി ഫീച്ചേർഡ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ നമ്മൾ ലോഞ്ച് ചെയ്തു, പക്ഷേ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അത് യൂസേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ ലോസ് ആകും. അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒരു MVP വേർഷനിലൂടെ നമുക്ക് കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഫീഡ്ബാക്ക് കളക്ഷൻ. അതായത് നമ്മളൊരു MVP യൂസേഴ്സിലേക്ക് എത്തിക്കുന്നതോടെ യൂസേഴ്സ് എന്തൊക്കെയാണ് പുതിയതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. പിന്നെ ഒന്ന് ഐട്രേറ്റീവ് ഡെവലപ്മെൻറ്റ്. ഇതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അതായത് നമ്മളിപ്പോൾ യൂസേഴ്സിൻ്റെ ഇടയിൽ നിന്ന് മാർക്കറ്റിൽ വാലിഡേഷനും യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എന്താ, സജഷൻസ് എന്താ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, പുതിയ വേർഷൻസ് വരുമ്പോൾ ആ വേർഷൻസ് നമുക്ക് എന്താക്കാൻ പറ്റും, പ്രൊഡക്റ്റിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും MVP പർപ്പസ് എന്ന് പറയുന്നത്.